സമയം അതിക്രമിച്ചു. എൻ്റെ വാക്കിൽ ചുരുക്കട്ടെ. ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കൊക്കെ സ്നേഹമുള്ളൊരു കുഞ്ഞുണ്ട്. അവൻ്റെ പേരാണ് ജിൻസൺ ജോഷുവ. തിരുവല്ലയ്ക്കടുത്ത് വെൺപാല. സുന്ദരൻ, സുമുഖൻ, സുശീലൻ. 14-ാമത്തെ വയസ്സിൽ കാൽമുട്ട് വേദന അനുഭവിച്ച് ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. അവസാനം പറഞ്ഞു വിട്ടു. വീണ്ടും വേദന കൂടി. അവസാനം ഫർദർ ചെക്കപ്പ് ഒക്കെ നടത്തി. അവസാനം ഡോക്ടർമാർ വെല്ലൂർ CMC-യിലേക്ക് ഫോർവേഡ് ചെയ്തു. വെല്ലൂർ CMC-യിൽ പോയി പരിശോധനയൊക്കെ നടത്തി. അവസാനം റിസൾട്ട് വന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ കുട്ടിക്ക് ബോൺ മാരോ ക്യാൻസറാണ്, അസ്ഥിക്കുണ്ടാവുന്ന ക്യാൻസറാണ്. മജ്ജിപ്പോയി, അസ്ഥികൾ പൊടിഞ്ഞ് എത്ര സുന്ദരനും വിരൂപനാകുന്ന ക്യാൻസർ രോഗത്തിൽ ഏറ്റവും കൂടുതൽ വേദനയുള്ള, ഞാനങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്, ശരിയായിട്ട് എനിക്കറിയത്തില്ല, ഡോക്ടർ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ വേദനയുള്ള ക്യാൻസറിന്റെ ഒരു ഭാവമാണ് ബോൺ മാരോ ക്യാൻസർ എന്നുള്ളത്. അങ്ങനെ അവനെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞ് തിരുവല്ലയിലേക്ക് മടക്കി അയച്ചു. വീണ്ടും വേദന കൂടിയപ്പോൾ കുഞ്ഞിനെ പുഷ്പഗിരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ അവനെ അഡ്മിറ്റ് ചെയ്തു. മിക്കവാറും ദിവസവും അന്ന് ഞാൻ തിരുവല്ല സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയമാണ്. എല്ലാ ദിവസവും വൈകിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇവൻ്റെ അടുക്കൽ വരും, വർത്താനമൊക്കെ പറയും, തിരിച്ചു പോകും. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞു പോയി. ഒരു ദിവസം ഈ കുഞ്ഞ് ആവശ്യപ്പെട്ടു, എനിക്കൊരു കുരിശ് വേണം. അങ്ങനെ പ്രാർത്ഥിച്ച ഒരു കുരിശ് കൊടുത്തു. അത് അവൻ്റെ കഴുത്തിൽ ഇങ്ങനെ അവൻ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ദിവസം ഞാനിങ്ങനെ വൈകിട്ട് അവൻ്റെ അടുക്കൽ വന്ന് ഞാൻ ചോദിച്ചു, അപ്പയമ്മ എന്ത് ചെയ്യടാ ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പുറത്തെ റൂമിലാന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഒരു 3.5 വയസ്സുള്ള ശരവൺ എൻ്റെ കുഞ്ഞിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പനെയും അമ്മയും ഇവൻ്റെ അപ്പയും അമ്മയും ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ മടങ്ങി മുറി വന്നു. എൻ്റെ പറഞ്ഞു, ഒരു ചോദ്യം ഈ കുഞ്ഞ് ചോദിക്കുകയാണ്, അച്ഛാ ഞാൻ മരിക്കുമോ? അപ്പം ഞാൻ ഈ കുഞ്ഞിനോട് പറഞ്ഞു, 16 വയസ്സ് പ്രായമായി. ഞാൻ പറഞ്ഞു, മക്കളെ നീയാണോ ഞാനാണോ ആദ്യം പോകുന്ന അറിയില്ല, അതുകൊണ്ട് മരണവും ജനനവും നിശ്ചയിക്കും നമ്മളല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വളരെ വേഗം എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ ഈ കുഞ്ഞിനോട് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ഇടത്തെ കയ്യിൽ നല്ല സ്വാധീനമാണ്. ആ കൈ കൊണ്ട് ഇങ്ങനെ കുരിശിങ്ങനെ അമർത്തി കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, മക്കളെ നിനക്ക് എന്തിനാടാ ഈ കുരിശ്? മക്കളെ നിനക്ക് എന്തിനാടാ ഈ കുരിശ്? തിയോളജി പഠിക്കാത്ത, ലോകം കാണാത്ത, ആകെ അവർ കയറിയിരിക്കുന്ന നമ്മൾ വിശുദ്ധ മദ്ബഹായിൽ മാത്രമാണ്, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത് മാത്രമേ ഉള്ളൂ. 16 വയസ്സുകാരന്റെ ബുദ്ധിയും കഴിയും നമുക്കറിയാം. പക്ഷേ 16 വയസ്സുകാരൻ ജിൻസൺ ജോഷുവ പറഞ്ഞു, അച്ചോ സഹിക്കാൻ വയ്യാത്ത വേദന വരുമ്പോ ഈ കുരിശ് എന്റെ ചങ്കിനോട് വെച്ച് അമർത്തും. സഹിക്കാൻ വയ്യാത്ത വേദന വരുമ്പോൾ ഈ കുരിശ് എന്റെ ചങ്കിനോട് വെച്ച് അമർത്തും. 16 വയസ്സുകാരന്റെ ജീവിത ബന്ധത്തിൽ ദൈവത്തിന്റെ സ്ഥാനം, ദൈവത്തോടുള്ള 16 വയസ്സുകാരന്റെ ബന്ധം കാൽവരിയിൽ ഏറ്റ കുരിശിനോളം, കാൽവരിയിൽ വഹിച്ച കുരിശിനോളം, കാൽവരിയിൽ മരിച്ച മരണത്തോളം അവന്റെ വേദന അവൻ കുരിശിനോട് ചേർത്ത് വെച്ചു. നമ്മുടെ സഭയിൽ ജീവിച്ചൊരു കുഞ്ഞാണ്. രണ്ടാമത്തെ കുഞ്ഞ് പറഞ്ഞു, എനിക്ക് ഭയങ്കര വേദനയാണ്, പക്ഷേ എന്റെ വേദന കണ്ട് എൻ്റെ അപ്പയും എൻ്റെ അമ്മയും കരയരുത്. എന്റെ വേദന കണ്ട് എൻ്റെ അപ്പയും എൻ്റെ അമ്മയും കരയരുത്. 16 വയസ്സുകാരൻ പറയാണ്, അവൻ്റെതായ കാരണം കൊണ്ടല്ല അവന് രോഗം വന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കുക. നാം ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മെ ഓർത്തറിഞ്ഞും അറിയാതെ നമ്മുടെ അപ്പ അമ്മ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ട്. നാം അറിഞ്ഞും അറിയാതെ എത്രമാത്രം കരയിപ്പിച്ചിട്ടുണ്ട്. ഇന്നും കരയിപ്പിക്കുന്നില്ലേ? 18 വയസ്സ് വരെ പഠിപ്പിച്ച് പ്രായമാക്കിയ പെൺകുട്ടികൾ കാലും പറിച്ച ഒരു നിമിഷം കൊണ്ട് അപ്പനും അമ്മ വേണ്ടെന്ന് പറയുന്നില്ലേ? 18ഉം 20ഉം വയസ്സായ ചെറുപ്പക്കാരൻ മദ്യപിച്ച് അപ്പനോടും അമ്മയോടും കാമകളി നടത്തുന്നില്ലേ? നമ്മുടെ വീടിനിടങ്ങൾ സ്വസ്ഥമാണോ? പരിസരങ്ങൾ വിശുദ്ധമാണോ? അത് ക്രൈസ്തവന്റെ മാത്രമല്ല, ഹൈന്ദവന്റെ മാത്രമല്ല, മുസ്ലിമിന്റെ മാത്രമല്ല, സമൂഹം മുഴുവൻ ചിന്തിക്കണം. നമ്മുടെ വീടിന്റെ ഉള്ളിൽ പോലും സ്വസ്ഥതകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവിടെയാണ് 16 വയസ്സുകാരൻ പറയുന്നത്, എന്റെ വേദന കണ്ടുകൊണ്ട്
എൻ്റെ അപ്പ എൻ്റെ അമ്മ കരയരുത്. കൺകണ്ട ദൈവങ്ങളായ അവന്റെ അപ്പനോടും അമ്മയോടുള്ള അവന്റെ ബന്ധം. മൂന്നാമത് ഈ കുഞ്ഞ് പറയാണ്, അച്ഛാ എനിക്കിപ്പോ ശ്വാസം മുട്ടലുണ്ട്, എന്റെ വയറൊക്കെ വീർക്കുന്നുണ്ട്, എനിക്ക് ഈ കൈ വയ്യ, പക്ഷേ എന്റെ രണ്ട് കണ്ണിനും ഒരു കുഴപ്പമില്ല, രണ്ട് കണ്ണും ഓക്കെ അച്ഛാ. ഞാൻ മരിക്കുവാണെങ്കിൽ എന്റെ രണ്ട് കണ്ണും ഈ സമൂഹത്തിൽ അർഹതപ്പെട്ടവർ കൊടുക്കണം, എന്റെ രണ്ട് കണ്ണും ഈ സമൂഹത്തിൽ അർഹതപ്പെട്ടവർ കൊടുക്കണം. ഞാനൊക്കെ ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ അവൻ അവിടുത്തെ അച്ഛനെ വിളിച്ചു വരുത്തിച്ചു. ഡോക്യുമെന്റ് എല്ലാം തമ്മിൽ പ്രശ്നം വെച്ച് അവൻ അടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തോടുള്ള ബന്ധം, ദൈവത്തോട്, മാതാപിതാക്കളോട്, സമൂഹത്തോട്. അവസാനം ഈ കുഞ്ഞു പറഞ്ഞു, അച്ഛാ ഞാൻ മരിക്കുവാണെങ്കിൽ എന്നെ ശുശ്രൂഷ കുപ്പായം ഇട്ടോണ്ടേ അടക്കാവുള്ളൂ. ഇന്ന് കുറച്ചങ്ങോട്ട് മൂത്ത് കഴിഞ്ഞ മധുബഹ വേണ്ട, പള്ളി വേണ്ട, വലിയ പുള്ളികളൊക്കെയായി നമ്മളിങ്ങനെ ഇരിക്കും. പക്ഷെ 16 വയസ്സുകാരൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ അവന് ജീവിക്കാൻ ആഗ്രഹമുണ്ട്, ഇല്ലയോ? അവന് കൊതി തീർന്ന് കാണത്തില്ല അവന്റെ അപ്പന്റെ അമ്മയുടെയും കൂടെ ഇരിക്കാൻ. അവന്റെ ജീവിതത്തോട് അവനൊരുപാട് ഇഷ്ടമുണ്ടായി കാണും. പക്ഷേ മരണത്തിന്റെ തണുത്ത താടുവരിൽ ജിൻസൺ ജോഷുവ പറയാണ്, ഞാൻ മരിക്കുവാണെങ്കിൽ എന്നെ ശുശ്രൂഷ കുപ്പായം ഇട്ടുകൊണ്ടടക്കണം. ദിവസങ്ങൾ കഴിഞ്ഞു, ഞാൻ വേദനയോട് ഇറങ്ങിപ്പോയി. എല്ലാ ദിവസവും വീണ്ടും വരും. നവംബർ 29 കൃത്യം പറയാൻ, പക്ഷെ ഞാൻ അവനെ ഒത്തിരി സ്നേഹിച്ചുകൊണ്ടായിരിക്കാം. അന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അന്ന് ഉച്ചയ്ക്ക് എൻ്റെ അപ്പം വിളിക്കുന്ന വെച്ചാൽ പെട്ടെന്ന് കുഞ്ഞിന് വയ്യ, ഞങ്ങൾ ഓടി ചെല്ലുന്നു. അവരെ ചുറ്റും ഞങ്ങൾ 3 അച്ഛന്മാരുണ്ട്. ഞാനിങ്ങനെ കയ്യെ പിടിക്കുന്നു. അവന് ശ്വാസം എടുക്കാൻ വയ്യ എങ്കിലും അവന് ഉറക്കെ പറയാ, പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉച്ചയ്ക്ക് 2:30 മണിയോടെ ജിൻസൺ ജോഷുവ എന്ന് പറയുന്ന ആ പുണ്യപുരുഷൻ, പുണ്യ പൈതൽ ദൈവസന്നിധിയിലോട്ട് ചേർന്നു. ഞാൻ അവരിട്ട പേരാണ് തപനീയം. തപനീയം എന്ന് പറഞ്ഞാൽ കാച്ചിയെടുത്ത പൊന്ന്, കാച്ചിയെടുത്ത പൊന്ന്. പ്രിയപ്പെട്ടവരെ, 100 വയസ്സ് വരെ ജീവിക്കേണ്ട ആഗ്രഹമുണ്ടോ? 100 വയസ്സ് ജീവിക്കണമെന്നില്ല. ഒരു കൊച്ചു ജീവിതത്തിൽ ദൈവബന്ധം സാധ്യമാകുന്നവന് സമൂഹബന്ധവും വീടിനുള്ളിലെ ബന്ധവും പരിസര ബന്ധവും വിശുദ്ധമാകും. 2.5 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ ക്രിസ്തുവിന് വേണ്ടി മരിച്ചപ്പോ ഇന്ന് ക്രൈസ്തവ സഭയ്ക്ക് അവർ സഹോദരന്മാരാണ്. 100 വയസ്സ് വരെ ജീവിക്കേണ്ട കാര്യമില്ല. ആയുസിന്റെ പെരുപ്പത്തിലല്ല, ആത്മാവിന്റെ വിശുദ്ധിയിലും ജീവിതത്തിന്റെ വിശുദ്ധിയിലും നമ്മെ ക്രമീകരിക്കുമ്പോൾ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.